കഴിഞ്ഞ 18-ാം തീയതി രാത്രി നിങ്ങളുടെ ഭർത്താവ് എവിടെയായിരുന്നു? അതായത് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ആലോചിച്ച് പറഞ്ഞാൽ മതി. അന്ന് വൈകുന്നേരം പതിവ് പോലെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയിരുന്നു. പിന്നീട് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നാ പറഞ്ഞത്. ഏത് ഫ്രണ്ട്സ്? അത് ചോദിച്ചില്ല. എന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? അതറിയില്ല, ഞാൻ ഉറങ്ങിയിരുന്നു. അപ്പോ ഡോർ ആരാ തുറന്നു കൊടുത്തേ? ഒരു കീ എപ്പോഴും ഡോക്ടറിന്റെ കയ്യിലുണ്ടാവും. നിങ്ങൾ കിരണിനെ കാണാൻ പോയ ദിവസം ഡോക്ടർ ലീവ് ആയിരുന്നില്ലേ? അല്ല, ജോലിക്ക് പോയിരുന്നു. ഉറപ്പാണോ? അതെ. ശരി. ഓക്കെ. ഭാര്യ കാമുകനെ കാണാൻ പോയ അതേ ദിവസം ഡോക്ടർ ലീവ് എടുത്തിരുന്നു. പക്ഷെ ആ കാര്യം ഭാര്യയോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാര്യയുടെ അഫെയറിനെ പറ്റി ഡോക്ടർക്ക് അറിയാമായിരുന്നു എന്നല്ലേ? അതുപോലെ കൊല നടന്ന ദിവസം ഡോക്ടർ എവിടെയായിരുന്നെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഈ കേസിൽ സംശയിച്ചേ പറ്റൂ. മാത്രമല്ല, കൊലകളെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കിയ ക്യാരക്ടർ പ്രൊഫൈൽ ഓരോന്നായി ഒത്തുവന്നുകൊണ്ടിരിക്കുക. ശവശരീരങ്ങളുമായി ഇടപഴകാൻ ഒട്ടും മടിയില്ലാത്ത ആൾ, ഫോറൻസിക് സയൻസിൽ നല്ല അറിവ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനം. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ തീർച്ചയായും സംശയിക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കിരൺ നല്ല കരുത്തനായിരുന്നു. കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയെങ്കിൽ കൊലയാളിയും നല്ല കരുത്തനായിരിക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ ഡോക്ടർ കിരണിൻ്റെ അത്രയും കരുത്തനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മറ്റാരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അയാളായിരിക്കും യഥാർത്ഥ കൊലയാളി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഡോക്ടറുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാലോ? വേണം. പക്ഷെ അതിനു മുമ്പ് ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കറിയണം. കിരൺ കൊല്ലപ്പെട്ടതായി നമ്മൾ സംശയിക്കുന്ന കാര്യം പോലും ഡോക്ടർ അറിയരുത്. അപ്പോൾ എന്ത് കള്ളക്കാരണം പറഞ്ഞ് നമ്മൾ ഡോക്ടറെ ചോദ്യം ചെയ്യും? അയാളൊരു ഡോക്ടറല്ലേ? അപ്പോൾ ഡോക്ടർ ചികിത്സിച്ച ഒരു രോഗി നമ്മുടെ ഒരു കേസിൽ ഇൻവോൾവ് ആണ്. അതിന്റെ ചില കാര്യങ്ങൾ അറിയാനാ വന്നതെന്ന് പറഞ്ഞാലോ? ഞങ്ങൾ വന്നതൊരു വിവരം അറിയാനാണ്. ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു രോഗി ഒരു മോഷണ കേസിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് സംശയമുണ്ട്. മോഷണം നടന്നത് കഴിഞ്ഞ 18-ാം തീയതി തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ്. പക്ഷെ അയാൾ പറയുന്നത് അയാൾ ആ സമയത്ത് ഡോക്ടറുടെ അടുത്തുണ്ടായിരുന്നു എന്നാണ്. ആരാ രോഗി? അത് ഞാൻ പറയാം. പക്ഷേ രസം അതല്ല. അയാളുടെ മൊഴി ശരിയാണെന്ന് അറിയാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചു. ഡോക്ടർക്ക് അപ്പോൾ ഡ്യൂട്ടി ഇല്ലായിരുന്നു എന്നറിഞ്ഞു. പിന്നെ ഭാര്യയെ വിളിച്ചപ്പോൾ ഏതോ സുഹൃത്തിനെ കാണാൻ ഡോക്ടർ അന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ചിട്ട് പിന്നെ കിട്ടിയില്ല എന്നും. അപ്പോൾ പിന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാവും മോഷ്ടാവ് ഡോക്ടറെ കണ്ടത്. ഏത് സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച? ഒരു സുഹൃത്തിനെ കാണാനാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ കുറച്ച് മൂഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയെടുത്ത് ഒരു ഡ്രൈവിന് ഇറങ്ങി. രാത്രിയിൽ വൈകിയാണ് തിരിച്ചെത്തിയത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. രാത്രിയല്ലേ. പിന്നെ ആകെ ഓർമ്മയുള്ളത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഒരു ചാക്ക് ജൈവവളം വാങ്ങിയിരുന്നു. ഈ ആക്രി പെറുക്കുന്ന തമിഴന്മാർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ അകത്തേക്ക് സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് റോഡ് സൈഡിലേക്ക് കളയുകയും ചെയ്തു. നിങ്ങൾക്ക് എന്തിനാ ജൈവവളം? പൂച്ചെടി വളർത്താൻ. എൻ്റെ വൈഫിൻ്റെ ഹോബിയാണ്. ഞങ്ങളതിന് ഇടയ്ക്കിടയ്ക്ക് ജൈവവളം വാങ്ങാറുണ്ട്. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അന്ന് 3 മണിക്കൂർ സമയമെങ്കിലും വെറുതെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയാം. ഇതേ സംശയം സൗത്ത് സ്റ്റേഷനിൽ എസ്ഐക്കും തോന്നി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ തടഞ്ഞത്. അങ്ങനെ ഉണ്ടായോ? യെസ്, അവരെന്നെ തടഞ്ഞു, പരിശോധിച്ചു. കാറിൻ്റെ ഡിക്കിൽ ജൈവവളം ഇരിക്കുന്നുണ്ടായിരുന്നു. അതവർ കാണുകയും ചെയ്തു. അന്ന് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതല്ല. ചാർജ് ചെയ്തപ്പോൾ തനിയെ ഓഫ് ആയതാ. ഞാൻ അറിഞ്ഞില്ല. പിന്നെ രാവിലെയാണ് ഞാൻ ചാർജ് ചെയ്തത്. അത് കഷ്ടമായിപ്പോയി. ഒരു കേസ് തെളിയിക്കാനുള്ള ചാൻസാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഡോക്ടർ പിടിതരുന്നില്ലല്ലോ. അയാളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ അയാൾ നിരപരാധിയാണോ എന്നാ സംശയം. ഏത് കേസിലും ഒരു വീക്കസ്റ്റ് എലമെന്റ് ഉണ്ടാവും. നമ്മളെപ്പോഴും അവരെ വേണം ടാർഗറ്റ് ചെയ്യാൻ. ഈ കേസിൽ ഡോക്ടറുടെ ഭാര്യയാണ് വീക്കസ്റ്റ് എലമെന്റ്. നമുക്ക് അവരെ തന്നെ ടാർഗറ്റ് ചെയ്യാം. അവരൊന്നും പറയുന്നില്ലെങ്കിലോ? അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നമുക്കും അറിയാൻ പറ്റണം. അല്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്. വി വിൽ ഷേക്ക് ഇറ്റ് ഔട്ട്. ഇതൊരു പ്രാക്ടീസായി എടുത്തോളൂ. മീര, യു ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഹർ. അത് വേണോ സർ? വേണം. മാഡം എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഉത്തരം പറയൂ. കിരൺ നിങ്ങളുടെ ലവർ ആയിരുന്നില്ലേ? അതെ, പക്ഷേ അതെല്ലാം കോളേജിൽ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. വഴക്കിട്ട് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അയാളെ ഭയങ്കര വെറുപ്പായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ അയാളെ മാത്രം കല്യാണത്തിന് വിളിക്കായിരുന്നു? അതെ. അത്രയും വെറുക്കുന്ന അയാളെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് ഫോൺ വിളിച്ചേ?
പറയ, എന്തിനാ വിളിച്ചേ? കിരണിനെ വിളിച്ചതിന് ശേഷം അന്ന് തന്നെ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തതിന് തെളിവുണ്ട്. എന്തിനായിരുന്നു അത്? എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു. വാ, അകത്തോട്ടിരിക്കാം. ബാങ്കിലെ റെക്കോർഡ് അനുസരിച്ച് 2000-ന്റെ 200 നോട്ടും 500-ന്റെ 200 നോട്ടുമാണ് നിങ്ങൾക്ക് തന്നത്. അതായത് 2000-ന്റെ 2 കെട്ടും 500-ന്റെ 2 കെട്ടും. ശരിയല്ലേ? അതെ. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് കിരണിനെ കണ്ട കാര്യം നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. അരമണിക്കൂറിന് ശേഷം കിരണിന്റെ അക്കൗണ്ടിൽ അയാൾ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 2000-ന്റെ 200 നോട്ടും 500-ന്റെ 200 നോട്ടും. അത് യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കൊടുത്ത രൂപ തന്നെയാണ് അയാൾ സ്വന്തം അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതാർക്കും മനസ്സിലാവും. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഭർത്താവ് അറിയാതെ മറച്ചു വെച്ചത്? ഒരു നല്ല ഭാര്യ ചെയ്യുന്ന കാര്യമാണോ അത്? നിങ്ങൾ അയാളെ പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയം നോക്കൂ. നിങ്ങൾ തമ്മിലുള്ള സംസാരം മുഴുവൻ നടന്നത് ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഭർത്താവ് അറിയാതെ നിങ്ങൾ പഴയ കാമുകനുമായി രഹസ്യബന്ധം തുടങ്ങിയിരിക്കുന്നു. ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല. എന്നെ വിശ്വസിക്ക്. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഡോക്ടറിനോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എങ്കിൽ പിന്നെ ഒറ്റ സാധ്യതയേ ഉള്ളൂ. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു കാണും. നിങ്ങളിപ്പോൾ ഒരു വിക്ടിം മാത്രമാണ്. ഇവിടെ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് സത്യം പറയും, അയാൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്തോ? എന്താ ഉണ്ടായേ? സ്റ്റഡി ലീവായിരുന്നു. കമ്പൈൻ സ്റ്റഡിക്ക് ചെന്നപ്പോൾ അയാൾ എന്നെ മനസ്സിലായി. പിന്നെ ഷൺമു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കിരണിനെ വിളിച്ചത്. കരയണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. ശ്രുതി ഇപ്പോൾ ഒരു വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നത് നിങ്ങളെ സഹായിക്കാനാണ്. ഈ ഷൺമുഖനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ഫോട്ടോസ് എന്ത് ചെയ്തു? കത്തിച്ചേർന്നു. അവൻ്റെ പേരും സിം കാർഡും ഒക്കെ ഫേക്ക് ആവാനാണ് സാധ്യത. എന്നാലും ചെക്ക് ചെയ്യണം. എന്തു പറഞ്ഞാ ഷൺമുഖൻ ബ്ലാക്ക്മെയിൽ ചെയ്ത്? 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ ഫോട്ടോ ഭർത്താവിനെ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉടനെ കിരണിനെ വിളിച്ചു. അയാൾ എന്തു പറഞ്ഞു? എന്ത് ചെയ്തിട്ടാണെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഷൺമോഹന് കൊടുക്കാൻ കിരണിന്റെ 5 ലക്ഷം രൂപയും കൊടുത്തു. അതിനുശേഷം കിരൺ നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല. ഷൺമുഖനോ? ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. രൂപ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? അതറിയാൻ ഞാൻ പിന്നീട് കിരണിനെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ കരുതി അവൻ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് കാണുമെന്ന്. ഞാൻ ആരോടും പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇപ്പം ഇതെന്നോട് ചോദിക്കുന്നത്?